നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന. ഗൾഫ് GTV വാർത്തകളിലേക്ക് സ്വാഗതം. വയനാട്ടിൽ സംഭവിച്ചത് ഭീകര ദുരന്തമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പ്രദേശവാസികളുടെ അവസ്ഥ അതീവ വേദനാജനകമാണ്. കുടുംബങ്ങളെ മുഴുവൻ നഷ്ടപ്പെട്ടവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കണ്ടു. അവരോട് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. തന്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ദിവസമാണിന്ന്. അച്ഛൻ മരിച്ച കുട്ടികളെ താൻ കണ്ടു. അവർ അനുഭവിക്കുന്ന വേദന തനിക്കറിയാം. താനും ഒരിക്കൽ ആ വേദനയിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. ഇന്ന് മേപ്പടിയിൽ ആയിരക്കണക്കിന് പേരാണ് ആ വേദന അനുഭവിക്കുന്നത്, രാഹുൽ പറഞ്ഞു. ദുരന്തമുഖത്തുള്ള ആരോഗ്യ പ്രവർത്തകരെയും രക്ഷാപ്രവർത്തകരെയും ഓർത്ത് അഭിമാനമുണ്ടെന്നും രാഹുൽ അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് തന്റെയും ആവശ്യം. അത് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും രാഹുൽ വ്യക്തമാക്കി. അതേസമയം ദുരന്തമുഖത്ത് രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് സ്ഥാനമില്ലെന്നും രാഹുൽ പറഞ്ഞു. വയനാട്ടുകാർക്ക് വേണ്ടത് സഹായമാണ്. രാജ്യം മുഴുവൻ വയനാടിന്റെ കൂടെയുണ്ടെന്നും രാഹുൽ വ്യക്തമാക്കി. അതിഭീകര ദുരന്തമാണ് മേപ്പടിയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ദുരന്തത്തിൽ കുടുംബത്തെ നഷ്ടപ്പെട്ടവരെ താൻ കണ്ടു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വയനാട്ടിലേക്ക് സഹായം ഒഴുകുകയാണ്. ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുവെന്നും പ്രിയങ്ക ഗാന്ധി അറിയിച്ചു. UAE പൊതുമാപ്പ്. നിയമം ലംഘിച്ച് താമസിക്കുന്നവർക്ക് അപൂർവ അവസരം. നിയമലംഘകരായി രാജ്യത്ത് തങ്ങുന്ന വിദേശികൾക്ക് പിഴയോ മറ്റു ശിക്ഷകളോ കൂടാതെ രാജ്യം വിട്ടുപോകാനും താമസം നിയമവിധേയമാക്കി തുടരാനുമുള്ള അവസരമാണ് UAE പ്രഖ്യാപിച്ചത്. 2 മാസത്തെ പൊതുമാപ്പിലൂടെ പ്രഖ്യാപിച്ച് നൽകുന്നത്. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അഥവാ ICP സെപ്റ്റംബർ 1 മുതൽ 2 മാസത്തേക്ക് ഗ്രേസ് പീരീഡ് പ്രഖ്യാപിച്ചത്. ഇത്തരത്തിൽ നാട്ടിലേക്ക് മടങ്ങുന്നവർക്ക് വീണ്ടും UAE വരാതിരിക്കാൻ ആജീവനാന്ത വിലക്ക് അഥവാ നോ എൻട്രി ഏർപ്പെടുത്തുമോ എന്ന കാര്യം കൂടുതൽ വിവരങ്ങൾ അധികൃതർ വരും ദിവസങ്ങളിൽ പുറത്തുവിടും. മുൻ വർഷങ്ങളിൽ അപൂർവം കേസുകളിലെ ഇത്തരത്തിൽ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളൂ എന്നത് പ്രതീക്ഷ നിലനിർത്തുന്നു. ദുരിതാശ്വാസ നിധിയിലേക്ക് MA യൂസഫ് അലിയും രവി പിള്ളയും കല്യാണരാമനും 5 കോടി വീതം നൽകും. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ തുടരുന്നു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, വ്യവസായി രവി പിള്ള, കല്യാൺ ജ്വല്ലേഴ്സ് ഉടമ കല്യാൺ രാമൻ എന്നിവർ 5 കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചതായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പ്, KSFE എന്നിവരും 5 കോടി രൂപ വീതം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനറ ബാങ്ക് 1 കോടി രൂപയും KMML 50 ലക്ഷം രൂപയും വനിതാ വികസന കോർപ്പറേഷൻ 30 ലക്ഷം രൂപയും ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് 10 ലക്ഷം രൂപയും നൽകി. തമിഴ്നാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 5 കോടി രൂപ തമിഴ്നാട് പൊതുമരാമത്ത് മന്ത്രി EV വേലു ഓഫീസിൽ എത്തി കൈമാറി. ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ ട്രസ്റ്റ് 11 ലക്ഷം രൂപ സംഭാവനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ മന്ത്രിമാരും 1 മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളികളുടെ സാംസ്കാരിക സംഘടനയായ ഓർമ്മ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടിയന്തര സഹായമായി 10 ലക്ഷം രൂപ നൽകിയിട്ടുണ്ടെന്നും പ്രഖ്യാപിച്ചു. സഹായം അഭ്യർത്ഥിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പ്രചാരണം. സൈബർ പോലീസ് കേസെടുത്ത് വയനാട് ജില്ലയിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം അഭ്യർത്ഥിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പ്രചാരണം നടത്തിയതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ പോസ്റ്റ് പ്രചരിപ്പിച്ചതിനാണ് വയനാട് സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. ഭാരതീയ ന്യായ സംഹിതയിലെ 19,245 വകുപ്പുകൾ, ദുരന്ത നിവാരണ നിയമത്തിലെ 51 വകുപ്പ് എന്നിവ അനുസരിച്ചാണ് കേസ്. സാമൂഹ്യ മാധ്യമമായ എക്സിൽ കോഴിക്കോടൻ 2.0 എന്ന പ്രൊഫൈലിൽ നിന്നാണ് വ്യാജ പോസ്റ്റ് പ്രചരിപ്പിച്ചത്. ദുരന്ത നിവാരണ സഹായത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന തള്ളിക്കളയുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന തരത്തിലായിരുന്നു പോസ്റ്റ്. തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ ഇത്തരം പോസ്റ്റുകൾ എഡിറ്റ് ചെയ്യുകയും നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നിയമ നടപടി സ്വീകരിക്കുന്നതാണ്. ഇതിനായി സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈബർ പോലീസിന്റെ നിരീക്ഷണം വ്യക്തമാക്കി. കൊടുവള്ളി സ്വദേശിയെ കൊന്ന കേസ്. മലയാളി അടക്കം 5 പേരുടെ വധശിക്ഷ നടപ്പാക്കി സൗദി. കോഴിക്കോട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി കൊന്നതിനു ശേഷം ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞ് ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞ കേസിൽ പ്രതിയായവർക്ക് വധശിക്ഷ. കേസിൽ പ്രതികളായ മലയാളിയും 4 സൗദി പൗരന്മാർക്കുമാണ് സൗദി കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. കൊടുവള്ളി മണിപ്പുറം ചുള്ളിയാട്ടുപോയിൽ വീട്ടിൽ അഹമ്മദ് കുട്ടി, ഖദീജ ദമ്പതികളുടെ മകൻ സെമീറിനെയാണ് ഇവർ 2016 കൊലപ്പെടുത്തിയത്. 2016 ജൂലൈ 7 പെരുന്നാൾ ദിനത്തിലാണ് ജുബൈലയിലെ വർക്ക്ഷോപ്പിൽ ഏരിയയിൽ നിന്നും മൃതദേഹം ലഭിക്കുന്നത്. ഷേനിക്കപ്പുറത്ത് സിദ്ദീഖ്, മറ്റ് സൗദി പൗരന്മാരായ പ്രതികൾ ഹുസൈൻ ബിൻ ബാക്കിർ ബിൻ ഹുസൈൻ അൽ അവാദ്, ഇദ്രീസ് ബിൻ ഹുസൈൻ ബിൻ അഹമ്മദ് അൽ അസീൽ, ഹുസൈൽ ബിൻ അബ്ദുള്ള ബിൻ ഹാജി അൽ മുസ്ലിമി, ജാഫർ ബിൻ സാദിഖ് ബിൻ ഹാസിം അൽ
ഹാജി എന്നീ പ്രതികളെയാണ് പിടിച്ചത്. ഇവരെ കുറ്റവിചാരണ നടത്തി. കേസ് തെളിഞ്ഞപ്പോൾ സൗദി കോടതി ഇവരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ജുബൈലിൽ ബുധനാഴ്ചയാണ് വധശിക്ഷ നടപ്പാക്കുന്നത്. 2016 ജൂലൈ 6-നാണ് സമീറിനെയും സുഹൃത്തിനെയും കാണാതെയാകുന്നത്. പിന്നീട് ജുബൈൽ വർക്ക്ഷോപ്പ് ഏരിയയിൽ നിന്നും മണലും സിമന്റും വിൽക്കുന്ന ഭാഗത്ത് പുതപ്പിൽ പൊതിഞ്ഞ നിലയിലാണ് ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. അജ്ഞാത മൃതദേഹം ആരെന്ന് കണ്ടെത്താൻ നടത്തിയ പരിശോധനയിലാണ് അന്വേഷണം കാണാതായ സമീറിലേക്ക് നീങ്ങുന്നത്. സംഭവത്തിൽ മലയാളികളായ നിരവധി പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും ചോദ്യം ചെയ്തു. പിന്നീട് മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലാണ് കേസിൽ ഉപകാരമാകുന്ന ചില സൂചനകൾ ലഭിച്ചത്. 2034 ഫിഫ ലോകകപ്പിന് സൗദി ഒരുങ്ങുന്നത് 8 നഗരങ്ങളിലായി. 15 സ്റ്റേഡിയങ്ങൾ 2034 ഫിഫ ലോകകപ്പിന് ആതിഥ്യമരുളാൻ അവകാശവാദം ഉന്നയിച്ച ഏക രാജ്യമായ സൗദി അറേബ്യ. 5 നഗരങ്ങളിൽ ഇരിക്കുന്നത് 15 അത്യാധുനിക സ്റ്റേഡിയങ്ങൾ. തലസ്ഥാന നഗരമായ റിയാദിലെ 8 സ്റ്റേഡിയങ്ങൾ ഉൾപ്പെടെയാണിത്. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ ആതിഥേയത്വം വഹിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരികയാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് സൗദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ടൂർണമെന്റിന്റെ എക്കാലത്തെയും വലിയ പതിപ്പിനായിരിക്കും സൗദി ആതിഥ്യമുരുളുന്നതെന്നും അധികൃതർ അറിയിച്ചു. തലസ്ഥാനമായ റിയാദിന് പുറമെ ചെങ്കടൽ നഗരമായ ജിദ്ദ, അൽഖൊബാർ, അബ്ഹ, $500 ബില്യൺ പുതുതായി നിർമ്മിക്കുന്ന ഫ്യൂച്ചറിസ്റ്റിക് നഗരമായ നിയോം എന്നിവയുൾപ്പെടെയുള്ള നഗരങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. മത്സരങ്ങൾ നടക്കുന്ന 15 സ്റ്റേഡിയങ്ങളിൽ 11 പുതിയവയാണെന്ന് സൗദി ന്യൂസ് ഏജൻസി അറിയിച്ചു. 92,000-ലധികം കാണികളെ ഉൾക്കൊള്ളുന്ന പുതിയ കിങ് സൽമാൻ സ്റ്റേഡിയം ഉൾപ്പെടെ 8 സ്റ്റേഡിയങ്ങളാണ് റിയാദിലുള്ളത്. ടൂർണമെന്റിന്റെ ഉദ്ഘാടന സമാപന മത്സരങ്ങൾക്ക് ഈ സ്റ്റേഡിയമാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.